ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഫേമസ് ഫുഡ്സ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോണത് നമ്മുടെ വീട്ടിലുള്ള ഇല മൈലാഞ്ചിയില്ലേ, അതിന് നല്ല ഡാർക്ക് സ്റ്റെയിൻ എങ്ങനെ ഉണ്ടാക്കാം, അല്ലെങ്കിൽ നല്ലതുപോലെ ചുവന്ന് കിട്ടാൻ വേണ്ട ടിപ്പുകൾ എന്തൊക്കെ എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ ഇതും കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. മോളുടെ ഫ്രണ്ടിന് കുറച്ച് മൈലാഞ്ചി വേണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും പറിക്കുകയാണല്ലോ, അതുകൊണ്ട് കുറച്ചങ്ങനെ ഇടാമെന്നൊക്കെ വിചാരിച്ചിട്ട് കുറച്ചധികം അങ്ങനെ പറിച്ചെടുക്കുകയാണ്. അപ്പോൾ മൈലാഞ്ചി പറിക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതുപോലെ മുകളിലുള്ള തളിരുകളിലെ ചെറിയ ചെറിയ ആ ഒരു ചില്ലകൾ അങ്ങനെ നമ്മൾ മുറിച്ച് വേണം എടുക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനെ ഊരി എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും ഇല അങ്ങനെ ധാരാളം ഉണ്ടാവില്ല. അപ്പോൾ നമ്മളിങ്ങനെ കൊമ്പ് ഇങ്ങനെ കോതി കൊടുക്കുക എന്ന് പറയും, കൊമ്പ് വെട്ടിക്കളയുക. അപ്പോൾ അങ്ങനെ മുറിച്ചെടുക്കുമ്പോൾ ധാരാളം ശിഖരങ്ങൾ വന്നിട്ട് വീണ്ടും തളിർത്ത് നല്ലപോലെ ഉണ്ടാവും കേട്ടോ മൈലാഞ്ചി. അങ്ങനെ ഇതാ കുറച്ചധികം തന്നെ ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ മഗ്‌രിബ് നേരമായിട്ടുണ്ട് കേട്ടോ. ആ ഒരു സമയത്താണ് ഞാനിത് പറിച്ചത്. അപ്പോൾ നല്ല കൊതുകുണ്ട്. അപ്പോൾ പുറത്ത് നിന്ന് എന്തായാലും ഇത് ഇല ഊരിയെടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഡൈനിങ് ടേബിളിൽ കൊണ്ടുവന്നിട്ട് ഞാനിതാ ഇലയെല്ലാം ഊരി മാറ്റുകയാണ്. അപ്പോൾ എൻ്റെ മോളുടെ ക്ലാസ്മേറ്റ് പാർവതിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്നത്തെ ഈ ഒരു വീഡിയോയും ഇതിലെ ടിപ്പും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതുപോലെ മൈലാഞ്ചി ഇഷ്ടപ്പെടുന്ന, മൈലാഞ്ചി വെച്ചിട്ട് ഒട്ടും തന്നെ ചുവക്കുന്നില്ല എന്ന് പരാതി പറയുന്നവർക്കും കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടു നോക്കുക. ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മടിക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും വേണം. അങ്ങനെ ഇതാ മൈലാഞ്ചിയുടെ ഇലയെല്ലാം ഞാൻ ആ ഒരു തണ്ടിൽ നിന്ന് വേർപെടുത്തിയെടുത്തു. ഒരു കൊമ്പ് പോലും ഉണ്ടാവരുത് കേട്ടോ, എങ്കിൽ പിന്നെ അരഞ്ഞു കിട്ടാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ അത് നമ്മൾ നഖത്തിൽ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കൊമ്പും ശിഖരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് ചുവന്നും കിട്ടൂല കേട്ടോ. അപ്പോൾ ആ ഒരു ലീഫ് മാത്രം നമ്മൾ ഇളക്കിയെടുക്കുക. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക. കാരണം ചിലന്തിയും പിന്നെ എന്തെങ്കിലും പ്രാണികളും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആ ഒരു ലീഫിലുണ്ടാവും. അപ്പോൾ അതൊക്കെ പോയി നീറ്റായിട്ട് കഴുകിയിട്ട് വേണം നമ്മളിത് അരച്ചെടുക്കാൻ. ഇല്ലെങ്കിൽ കയ്യിൽ വെക്കുമ്പം ചെറിയ പ്രാണികളുടെ എന്തെങ്കിലുമൊക്കെ ഇൻഫെക്ഷനൊക്കെ ഉണ്ടാവും, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നല്ലൊരു രോഗപ്രതിരോധ സംഭവമാണ് ഈ ഒരു മൈലാഞ്ചി എന്ന് പറയുന്നത്. ഇത് കയ്യിലിട്ട് കഴിഞ്ഞാൽ കയ്യിൽ അങ്ങനെയുള്ള ചെറിയ അലർജി പോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാറിക്കിട്ടും. നന്നായിട്ട് കഴുകിയെടുത്ത ലീഫ് ഇതുപോലൊരു അരിപ്പയിലേക്ക് വെള്ളം വാർന്നു പോകാനായിട്ട് മാറ്റി വെക്കുക. എന്നിട്ട് നമുക്ക് ഒരു നാരങ്ങയാണ് കേട്ടോ ഇതിലേക്ക് വേണ്ടത്. അപ്പോൾ നാരങ്ങ നീര് ചേർത്താൽ നല്ല സ്റ്റെയിൻ ഉണ്ടാവും. അപ്പോൾ ഞാനിപ്പോൾ ഒരു നാരങ്ങ ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. ഈ ഒരു മിക്സിയുടെ ജാറിൽ 2 പ്രാവശ്യം അരയ്ക്കാനുള്ള അത്രയും ഇലയുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഒരു നാരങ്ങ ഫുള്ളായിട്ട് എടുത്തത്. ഇല്ല ഒരു ജാറിൻ്റെ അളവ് ഇല മാത്രമേ ഉള്ളൂവെങ്കിൽ നിങ്ങൾ പകുതി നാരങ്ങ നീര് ചേർത്ത് അരച്ചാൽ മതി. അപ്പോൾ നല്ല നിറം കിട്ടാൻ വേണ്ടിയിട്ട് ചിലർ തേയിലപ്പൊടിയൊക്കെ ചേർക്കുന്നത് കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ നാരങ്ങ നീര് മാത്രമാണ് കേട്ടോ ചേർത്ത് അരച്ചെടുക്കുന്നത്. അപ്പോൾ നല്ലോണം നിറം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ആദ്യത്തെ ടിപ്പ് ഇതാണ് കേട്ടോ. അപ്പോൾ ഇനിയും ഇതിൽ ടിപ്പുകളുണ്ട്, നിങ്ങൾ വീഡിയോ വീണ്ടും കാണുക. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് ജാറ് നിറയെ ഇല നിറച്ച് കൊടുക്കുക കേട്ടോ. അതാണ് ഇത് പെട്ടെന്ന് അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പ്. പിന്നെ കുറച്ച് വെള്ളം മാത്രമേ ഒഴിച്ചു കൊടുക്കാവൂ. ഓൾറെഡി നമ്മൾ കഴുകിയെടുത്തതാണ് ഈ ഒരു ഇലയൊക്കെ, അപ്പോൾ അതിൽ വെള്ളത്തിൻ്റെ അംശമുണ്ട്. അതുകൊണ്ട് വളരെ കുറച്ച് വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കുക. അപ്പോൾ ആദ്യം ഇതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കുക. ഇലയൊക്കെ ഇങ്ങനെ മുകളിലും താഴെയൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ അതെല്ലാം നീക്കി ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് അരച്ചെടുക്കുക. എങ്കിൽ മാത്രമേ എല്ലാ ലീഫും ഒരുപോലെ അരഞ്ഞ് കിട്ടത്തുള്ളൂ. ഒരു 2 സെക്കൻഡ് അടിച്ചിട്ട് ഇതുപോലെ ഒന്ന് തുറന്ന് നോക്കുമ്പം ഇലയൊക്കെ ഇങ്ങനെ താഴ്ന്നിട്ടുണ്ടാവും. അപ്പോൾ വീണ്ടും കുറച്ചുകൂടി സ്ഥലം ഉണ്ടാവും കേട്ടോ ജാറിൽ. അപ്പോൾ നമ്മൾ വീണ്ടും ഇല ഇങ്ങനെ നിറച്ച് കൊടുത്തിട്ട് നല്ല ഫില്ലാക്കി വെക്കുക കേട്ടോ. എന്നിട്ട് വേണം വീണ്ടും അരച്ചെടുക്കാൻ. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ അരച്ചിട്ട് മൈലാഞ്ചി ചൂടായി പോകരുത്. ഇടയ്ക്കിടയ്ക്ക് നിർത്തി ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും അടിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ ആ ഒരു രണ്ടാമത്തെ ടിപ്പ്. അപ്പോൾ നമ്മൾ അമ്മിക്കല്ലിൽ അരച്ചെടുക്കുന്ന പോലെ മിക്സിയിലും മൈലാഞ്ചി അരച്ചെടുക്കാം. അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നത് കേട്ടോ. അപ്പോൾ വീണ്ടും മൈലാഞ്ചിയുടെ അളവ് താഴ്ന്നിട്ടുണ്ടാവും. അപ്പോൾ ഒന്നുകൂടി നമുക്ക് വീണ്ടും നിറച്ച് കൊടുക്കുക. അപ്പോൾ അങ്ങനെ നമുക്ക് ഫുള്ള് അരച്ചെടുക്കാം. ഒരു 70% അരഞ്ഞെന്ന് ഉറപ്പായതിന് ശേഷം പിന്നെ നമുക്കൊരു 2-3 സെക്കൻഡുകൾ കുറച്ച് ലോങ് ആയിട്ടൊന്ന് അടിച്ചെടുക്കാം കേട്ടോ. കുറച്ച് നേരം ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഞാനിത് വീഡിയോ കട്ട് ചെയ്തിട്ടില്ല കേട്ടോ. എത്ര നേരം അടിക്കുന്നോ ആ ഒരു ടൈം നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാനിത് കട്ട് ചെയ്യാതെ ഇട്ടിട്ടുണ്ട് വീഡിയോ. അപ്പോൾ അങ്ങനെ നമ്മൾ നന്നായിട്ട് നമ്മുടെ മൈലാഞ്ചി അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കാണുന്നുണ്ടോ, ഒട്ടും തന്നെ ഇലയുടെ കഷ്ണങ്ങളോ ഒന്നും ബാക്കിയില്ലാതെ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ഒരു സ്റ്റെപ്പ് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ കുറച്ച് അധികം മൈലാഞ്ചി ഉണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ മോളുടെ ഫ്രണ്ടിനും കൂടെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പിന്നെ ഞാനും കുറച്ചിടാമെന്ന് കരുതിയിട്ട് കുറച്ചധികം പറിച്ചെടുത്തതാണ്.
അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് അരച്ചെടുത്തതിന് ശേഷം രണ്ടാമത് ഞാൻ വീണ്ടും ബാക്കിയുള്ള ലീഫും കൂടി അരച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ആദ്യത്തേൽ മാത്രമാണല്ലോ നമ്മൾ കംപ്ലീറ്റ് നാരങ്ങാ നീരും ചേർത്തത്. അപ്പോൾ ഇനിയിപ്പോൾ രണ്ടാമത്തത് നാരങ്ങാ നീര് ചേർക്കാതെ അരച്ചെടുത്തതാണ്. അപ്പോൾ അത് രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. എല്ലാത്തിലും ആ ഒരു ലെമൺ ജ്യൂസ് മിക്സ് ആവാൻ വേണ്ടിയിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. പിന്നെ കയ്യിലോ കാലിലോ ഒക്കെ കുഴിനഖമൊക്കെ ഉള്ളവർക്ക് ഈ ഒരു മൈലാഞ്ചി ഇതുപോലെ അരച്ചെടുത്തിട്ട് ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടിയില്ലേ, നമ്മൾ വീട്ടിൽ തന്നെ നല്ല ഒറിജിനലായിട്ട് പൊടിച്ചെടുക്കുന്ന ആ ഒരു മഞ്ഞൾപ്പൊടി അതുകൂടി ചേർത്തിട്ട് വേണം അതുപോലെ കുഴിനഖമുള്ളവർക്ക് വെക്കാനായിട്ട് കേട്ടോ. അപ്പോൾ കുഴിനഖം ഇതുപോലെ 2-3 തവണ വെച്ച് കഴിയുമ്പം മാറിക്കോളും. അപ്പോൾ അതൊരു ടിപ്പാണ് കേട്ടോ. ഇനിയിപ്പോൾ നാളെ രാവിലെ മോള് സ്കൂളിലേക്ക് പോകുമ്പം ഇത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞാൻ പാക്ക് ചെയ്യുകയാണ് കേട്ടോ. അവളുടെ ഫ്രണ്ടിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു ബോക്സിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ ഇതിപ്പോൾ പീനട്ട് ബട്ടറിലെ അതിൻ്റെ ഒരു ബോട്ടിലാണ് കേട്ടോ. അത് ലീക്കില്ല, അതുകൊണ്ടാണ് ഞാൻ പിന്നെ അതിലേക്ക് നിറച്ച് കൊടുക്കുന്നത്. അല്ലാതെ ലീക്കാവുന്ന ബോട്ടിലാണെങ്കിൽ മോളുടെ ബാഗൊക്കെ ആകെ ചളാവും. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇത് നേരെ അടച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഫ്രഷ് ആയിട്ടിരിക്കും. അപ്പോൾ ബാക്കി വന്നത് ഞാൻ ഈ ഒരു ബൗളിൽ നിന്ന് മാറ്റിയിട്ട് അതും ഫ്രിഡ്ജിലേക്ക് വെക്കത്തക്ക ഒരു മൂടിയുള്ള പാത്രത്തിലേക്ക് മാറ്റുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ മഗ്‌രിബിൻ്റെ ടൈമായി. ഇപ്പോൾ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നിസ്കരിക്കാൻ നേരത്ത് കഴുകി കളയേണ്ടി വരും. അപ്പോൾ ഈ ഒരു അരച്ച മൈലാഞ്ചി നല്ല നിറം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളത് ഉണങ്ങുന്നത് വരെ കയ്യിൽ വെക്കുക. അതാണ് അതിൻ്റെ ആ ഒരു സമയമെന്ന് പറയുന്നത്. അപ്പോൾ നല്ല സ്റ്റെയിനുള്ള ഒരു ലീഫാണ് കേട്ടോ ഇത്. ഇപ്പോൾ തന്നെ കൈയൊക്കെ ചെറുതായിട്ട് ചുവന്നിട്ടുണ്ട്. അപ്പോൾ മൈലാഞ്ചിയൊക്കെ ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ നഖമെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആദ്യം നഖമൊക്കെ ഒന്ന് മുറിക്കുക കേട്ടോ. നല്ല നീറ്റായിട്ട് കൈ കഴുകിക്കുക. അപ്പോൾ ഞാനിപ്പം കുളിച്ചിട്ട് വന്നതാണല്ലോ, അപ്പോൾ ഇനിയിപ്പോൾ കഴുകുന്നില്ല. അപ്പോൾ ഇപ്പോൾ ഈ ഒരു അവസ്ഥയിലാണ് കേട്ടോ ഉള്ളത്. ഓൾറെഡി വെച്ചത് ചുമന്നിട്ടില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് വരും. വീണ്ടും വീണ്ടും വെച്ച് കൊടുക്കണം കേട്ടോ. അതാണ് നമ്മൾ ഈ ഒരു മെഹന്തി ചുമക്കാനുള്ള ടിപ്പ്. നമുക്ക് അരച്ച മൈലാഞ്ചി തന്നെ വെക്കാം. അരച്ച മൈലാഞ്ചി വെച്ചിട്ട് നല്ല സ്റ്റെയിൻ കിട്ടും. അതിന് വീണ്ടും വീണ്ടും നമ്മൾ വെച്ച് കൊടുക്കുക. ഒരു പ്രാവശ്യം വെച്ചിട്ട് നമ്മൾ റിമൂവ് ചെയ്യില്ലേ, അതിന് ശേഷം പിന്നെയും വെച്ച് കൊടുക്കുക, കളർ കിട്ടിയിട്ടില്ലെങ്കിൽ. അപ്പോൾ അങ്ങനെ ഒരു 3-4 തവണ വയ്ക്കുമ്പോഴേക്കും ഓക്കെ ആവും കേട്ടോ. അപ്പോൾ ഇതുപോലൊരു ബഡ്സില്ലേ, ബഡ്സിൻ്റെ കമ്പാണ്, അത് വെച്ചിട്ട് ഇങ്ങനെ ആക്കുക. അല്ലെങ്കിൽ നമ്മൾ കയ്യിലൊക്കെ ആയിട്ട് മൊത്തത്തിൽ റെഡ് കളറാവും. നല്ല സ്റ്റെയിനുള്ള ലീഫാണ് കേട്ടോ ഇത്. അപ്പോൾ മഗ്‌രിബ് നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഞാൻ വെക്കുന്നത് കേട്ടോ. ഇനിയിപ്പോൾ ഇശാ നമസ്കാരമുണ്ട്, അപ്പം അതിന് വീണ്ടും കഴുകും, എന്നിട്ട് വേണം നിസ്കരിക്കാൻ. അപ്പം എന്നിട്ട് പിന്നെ ഇട്ട് കൊടുക്കും. അതാണ് കേട്ടോ നമ്മുടെ പരിപാടി. അപ്പോൾ നിങ്ങൾക്ക് ടിപ്സൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതായത് നമ്മൾ ആദ്യം ഒരു തവണ ഇട്ട് കഴിഞ്ഞിട്ട് അത് നന്നായിട്ട് ഡ്രൈ ആവില്ലേ, ആ ഒരു വെള്ളത്തിൻ്റെ അംശം കംപ്ലീറ്റ് ആയിട്ട് മാറുന്ന സമയത്ത് നമ്മൾ മൈലാഞ്ചി റിമൂവ് ചെയ്യുക. എന്നിട്ട് വീണ്ടും ഇട്ട് കൊടുക്കുക. അങ്ങനെ നമ്മൾ ഒരു 2-3 അല്ലെങ്കിൽ 3-4 തവണ ഇട്ട് കൊടുത്താൽ മാത്രമേ നല്ല സ്റ്റെയിൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ നല്ല കടയിൽ നിന്നൊക്കെ നമ്മൾ കെമിക്കൽ മൈലാഞ്ചി വാങ്ങൂലേ, അതിനേക്കാളൊക്കെ എന്തുകൊണ്ടും നല്ല സൂപ്പറാണ് നമ്മൾ അരച്ച മൈലാഞ്ചി കയ്യിൽ വെക്കുന്നത്. അപ്പോൾ അതുപോലെ ആ ഒരു കെമിക്കൽ മൈലാഞ്ചിയുടെ അതേ നിറത്തിൽ നമുക്ക് കിട്ടണമെങ്കിൽ ഇതുപോലെ 3-4 തവണ വെച്ച് കൊടുക്കുക. അപ്പോൾ ഇളക്കിയിട്ട് വീണ്ടും വെച്ച് കൊടുക്കുക. അപ്പോൾ അതാണ് അതിൻ്റെ മെയിൻ ടിപ്പ് കേട്ടോ. അപ്പോൾ മൈലാഞ്ചി കുറച്ചധികം ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ ട്രഡീഷണലായിട്ട് ഒരു ഡെക്കറേഷനൊക്കെ വരച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ പണ്ടേ ഇങ്ങനെയൊക്കെയാണ് നമ്മളെ ഉമ്മമാരൊക്കെ വെക്കുന്ന ആ ഒരു രീതിയിലാണ് കേട്ടോ ഇപ്പോൾ വെച്ച് കൊടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡെക്കറേഷനൊക്കെ ചെയ്യാൻ അറിയാമെങ്കിൽ വരയ്ക്കാം കേട്ടോ. അങ്ങനെ നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം ഞാനിപ്പോൾ റിമൂവ് ചെയ്യാണ്. അപ്പോൾ അത്ര ഭംഗിയായിട്ടൊന്നും ഉണങ്ങിയിട്ടില്ല കേട്ടോ. കാരണം ഞാനിപ്പോൾ 1 മണിക്കൂർ ആയിട്ടേ ഉള്ളൂ ഇതിപ്പോൾ വെച്ചിട്ട്. കാരണം 8 മണി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇശാ നിസ്കാരമുണ്ട്, അതിനുശേഷം ഡിന്നറൊക്കെ റെഡിയാക്കാനുണ്ട്. അപ്പോൾ എന്തായാലും ഇത് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് കേട്ടോ പെട്ടെന്ന് റിമൂവ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ നല്ലതുപോലെ ഉണങ്ങി ഡ്രൈ ആവുന്നത് വരെ വെച്ചിരിക്കുക.
അപ്പോൾ അതാ ഈ ഒരു കൈയുടെ ഉള്ളിൽ വെച്ച ആ ഒരു വട്ടമൊന്നും അത്ര ഉണങ്ങിയിട്ടില്ല കേട്ടോ, ചെറിയൊരു പച്ചപ്പുണ്ട്. അപ്പോൾ അതും ഞാൻ എടുത്ത് കളഞ്ഞു. ഇനിയിപ്പോൾ പണികളുള്ളത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ അതാ ഈ ഒരു കളറിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനിയും നമുക്ക് കുറച്ചുകൂടി സ്റ്റെയിൻ ആവാനുണ്ട്. അപ്പോൾ അതിന് വീണ്ടും വെച്ച് കൊടുക്കുക, അതാണ് കേട്ടോ ടിപ്പ്. അങ്ങനെ ഇതാ കൈയൊക്കെ നന്നായിട്ട് കഴുകി ഞാനിപ്പോൾ ദാ നിസ്കാരവും ഡിന്നറും ഒക്കെ കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ രാത്രി കിടക്കാനുള്ള സമയത്താണ് കേട്ടോ വീണ്ടും വെച്ച് കൊടുക്കുന്നത്. ഇപ്പോൾ സമയം ഒരു 10-10:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോയി കിടന്നുറങ്ങുമല്ലോ. അപ്പോൾ എന്തായാലും നേരം വെളുക്കുന്നത് വരെ ആ ഒരു മൈലാഞ്ചി കയ്യിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ അത്രയും സമയം അതിൻ്റെ ആ ഒരു റെഡ് സ്റ്റെയിൻ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് വെക്കാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ. ഒരുപാട് സമയം കിട്ടുന്നതുകൊണ്ട് തന്നെ മൈലാഞ്ചി നല്ല ഡ്രൈ ആയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ രാവിലെ അത് റിമൂവ് ചെയ്യുമ്പോൾ നല്ല സ്റ്റെയിനും കിട്ടും കേട്ടോ. അപ്പോൾ അതാ ഞാൻ വീണ്ടും വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. ആ ഒരു നഖത്തിൽ 2 കളറിലിരിക്കുകയാണ് ഇപ്പം. ഓൾറെഡി നേരത്തെ ഉള്ളത് പകുതി ആയിട്ടുണ്ട് കേട്ടോ നീങ്ങിയിട്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കളറിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഞാൻ 2-3 തവണ ഇത് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രാത്രി മൈലാഞ്ചി വെച്ചിട്ട് ബെഡ്ഷീറ്റിലൊക്കെ ആക്കിയിട്ട് വീട്ടുകാരുടെ അടുത്തുനിന്ന് തല്ല് വാങ്ങി കൂട്ടരുത്. നിങ്ങളെന്തായാലും പിന്നെ വെച്ചിട്ട് അന്നത്തെ ദിവസം നിലത്ത് കിടക്കുകയോ അല്ലെങ്കിൽ ഒരു പായിൽ കിടക്കുകയോ ഒക്കെ ചെയ്യുക കേട്ടോ. എനിക്ക് പിന്നെ അങ്ങനത്തെ പ്രോബ്ലം ഒന്നും ഇല്ല കേട്ടോ. എനിക്ക് മൈലാഞ്ചി അങ്ങനെ രാത്രി വെച്ച് നല്ല ശീലമുണ്ട്. അതുകൊണ്ട് തന്നെ ബെഡ്ഷീറ്റിലൊന്നും അങ്ങനെ ആവാറില്ല. ബെഡിൽ കിടക്കുന്ന സമയത്ത് കൈ അങ്ങനെ തന്നെ നമ്മൾ ആ ഒരു കട്ടിലിൻ്റെ വക്കിലേക്ക് ഇങ്ങനെ പുറത്ത് കൈ വരത്തക്ക രീതിയിൽ വെച്ചിരുന്നാൽ മതി കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ അങ്ങനെ തന്നെ അങ്ങ് ഉറങ്ങിക്കോളും. അപ്പോൾ അതാ കൈയുടെ ഉള്ളിലൊന്നും ഞാനിപ്പോൾ വീണ്ടും വെക്കുന്നില്ല കേട്ടോ. ആ ഒരു നഖം നന്നായിട്ട് എനിക്ക് ഒന്ന് ചുവപ്പിച്ചെടുക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ നഖത്തിലേക്ക് മാത്രമേ വെച്ച് കൊടുത്തിട്ടുള്ളൂ. ബാക്കി കൈയുടെ ഉള്ളിലൊക്കെ വെക്കാൻ ഭയങ്കര മടിയായി കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള മൈലാഞ്ചി ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ ഒരാഴ്ച വരെ നമുക്ക് കേടുകൂടാകാതെ ഇരിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് മൈലാഞ്ചി കഥകൾ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും സ്റ്റേ ട്യൂൺ, ടേക്ക് കെയർ, ബൈ.